ഹൊറർ മണിപ്പൂരിൻ്റെ ഭീഷണി നമ്മൾ ദൃശ്യം കണ്ടു. മെയ് 20 ഇത് 21 മാസത്തെ പ്രസിഡന്റ് റൂളാണ്, രാഷ്ട്രപതി ഭരണമാണ് ഡിക്ലെയർ ചെയ്തത്. ആ സമയത്ത് 250 പേരുടെ മരണം കണ്ടിട്ടുണ്ട്. 5000 പരം അമ്യൂണീഷനുകളും വെപ്പണുകളും പോലീസിൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു. 70,000 പേര് സ്ഥലം മാറ്റം ചെയ്യപ്പെട്ടു. സർ, ഹോം മിനിസ്റ്റർ ഇവിടെയുണ്ട്. ഇത് സംഭവിച്ച കാര്യങ്ങളാണ്. ഇത് നിയമവാഴ്ച ഉറപ്പുവരുത്തേണ്ടവർ അവരുടെ ജോലി ചെയ്തിട്ടില്ല. നാഷണൽ സെക്യൂരിറ്റിയുടെ പ്രശ്നം ഈ സഭയ്ക്ക് മുന്നിൽ ഉള്ള ഒരു ചോദ്യമാണ്. ഈ ട്രാജഡി നടക്കുമ്പോൾ ഒന്നും തന്നെ ചെയ്യുകയില്ല. എൻ്റെ പാർട്ടി പ്രസിഡന്റ് റൂൾ നേരത്തെ തന്നെ വരുത്തണമെന്ന് പറഞ്ഞു, ഒന്നും തന്നെ പറ്റിയില്ല. ചീഫ് മിനിസ്റ്റർ 9 ഫെബ്രുവരിക്ക് റിസൈൻ ചെയ്തപ്പോൾ 12-ാം തീയതി വീണ്ടും സ്റ്റേറ്റ് അസംബ്ലി വരണമെന്നുള്ളപ്പോൾ ആർട്ടിക്കിൾ 173 അനുസരിച്ച് അസംബ്ലി വീണ്ടും വിളിക്കുവാൻ പറ്റിയില്ലെങ്കിൽ അസംബ്ലിയിൽ ഒരു നോ കോൺഫിഡൻസ് വന്നു. NCP വിഡ്രോ ചെയ്തു. അപ്പോൾ മാത്രമാണ് അസംബ്ലി വീണ്ടും ഇരിക്കുവാൻ പറ്റില്ല എന്നുള്ള ഒരു സ്ഥിതി വന്നപ്പോഴാണ് പ്രസിഡൻസ് റൂൾ വന്നത്. ഇതൊരു വലിയ ദുഃഖകരമാണ്. ഇത് ഭരണഘടന സംവിധാനത്തിൻ്റെ തന്നെ ഒരു പരാജയമാണ്. ശരിക്കുള്ള ദേശീയ സുരക്ഷ, നിയമവാഴ്ച, അടിസ്ഥാനപരമായ ഡീസൻസി ഇവിടെയൊക്കെ പരാജയമാണ്. 2 വർഷത്തേക്ക് ആളുകളുടെ രാജ്യത്തിന് മനസാക്ഷിക്കേറ്റ ഒരു കുത്താണ് ഇതാണ്. ഇത് 11ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ പ്രസിഡൻസ് റൂൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇത് 77 വർഷത്തെ ഒരു സംസ്ഥാനവും 11 തവണ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോയിട്ടില്ല. ഇത് ഒരു വലിയ സീരിയസ് ആയ ഒരു നിമിഷമാണ്, ചരിത്ര മുഹൂർത്തമാണ്. ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് കേന്ദ്ര ഗവൺമെൻറ്റിനും ഗവർണറിൻ്റെയും കയ്യിലേക്ക് അധികാരം ആയി. ഇത് ഒരു വലിയ ഒരു ചുമതലയാണ്. നമ്മുടെ പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോകാത്തതും ഒരു വലിയ ദുഃഖകരമായ കാര്യമാണ്. സുപ്രീം കോടതി വരെ ഒരു ഡെലിഗേഷനെ അയച്ചിട്ടുണ്ട്. അവർ അവിടുത്തെ സ്ഥിതിഗതികൾ കണ്ടു. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഈ വീഴ്ച ഉടൻ തന്നെ മാറും, വീണ്ടും തിരുത്തപ്പെടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മണിപ്പൂരിൻ്റെ ജനങ്ങൾ ഒരുപാട് ആയുധധാരികൾ നിയമവാഴ്ചയെ കയ്യിലെടുത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഗവൺമെൻറ് തകർന്നിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു പരിണിത ഭയമായിട്ട് അവിടെ സാമ്പത്തികമായ വളർച്ച ഇല്ലാതായിട്ടുണ്ട്. രാജ്യത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് രാജ്യങ്ങളിൽ നിന്ന് അത് അകന്നിരിക്കുകയാണ്. മണിപ്പൂർ പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിട്ടുള്ളപ്പോഴും ഒരുപാട് വലിയ തൊഴിലില്ലായ്മയും ഏറ്റവും വലിയ വീഴ്ച, ഒരുപാട് ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതെയായിരിക്കുന്നു. ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വാസം ഇല്ലാതായിരിക്കുന്നു. ഇത് വീണ്ടെടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൂടാതെ തന്നെ ഇല്ലീഗൽ എമിഗ്രേഷൻ, അതുപോലെ ഡ്രഗ്സിൻ്റെ ഉപയോഗം, ഇവയെല്ലാം കാണുകയാണ്. 2023 ഒരു വലിയ വുമൺ പോലീസ് ചീഫ് മിനിസ്റ്റർ കൈകടത്തുന്നത് പറഞ്ഞുകൊണ്ട് അവർ ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥ
റിസൈൻ ചെയ്തു, വിരമിച്ചു. അതുകൊണ്ട് പ്രസിഡൻസ് റൂൾ അതിൻ്റെ സമയത്ത് ഇവിടെ അവരുടെ കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ചർച്ച ഉണ്ടാവണം, സാമ്പത്തിക വളർച്ച ഉണ്ടാക്കണം, ഭരണഘടനയുടെ മൂല്യങ്ങൾ വീണ്ടെടുക്കണം. ഇത് വളരെ അത്യാവശ്യമാണ്. നമ്മൾക്ക് അടിസ്ഥാന സൗകര്യമായ ഈ സംസ്ഥാനത്ത് കൂടുതൽ സൗകര്യങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രപതി ഭരണം വളരെ അത്യാവശ്യമാണ്. ഇത് ആവശ്യമുള്ള ഒന്നാണ്. ഇത് വളരെ അത്യാവശ്യമാണ്, അതെ. പക്ഷെ അതേസമയം തന്നെ ഇത് വളരെ ഉത്തരവാദിത്വത്തോടെ നടപ്പാക്കേണ്ടതായിട്ടുണ്ട് ഗവർണർ. ഇവിടെ അതുപോലെ തന്നെ ഭരണഘടനാപരമായ തത്വങ്ങൾ അവിടെ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. മണിപ്പൂരിൽ നമുക്ക് 288 കമ്പനി കേന്ദ്ര സായുധ സേനയുണ്ട്, 150 ബറ്റാലിയൻ ഇന്ത്യൻ പട്ടാളം അവിടെയുണ്ട്. അവർക്ക് ഈ വിഷയവുമായി കൃത്യമായി ഇടപെടാവുന്നതാണ്. പക്ഷെ അതേസമയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സർ. നമ്മൾ ഇത്തരം വിപ്ലവങ്ങൾ അത് നമ്മൾ കൗണ്ടർ ഇൻസർജൻസിക്കായി ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ തുക വകമാറ്റുകയാണ്. വികസനത്തിൽ നിന്നും അവശ്യ വസ്തുക്കളുണ്ട്, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ എല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കുകയാണ് സർ. ഒരുപാട് വയലന്റ് കോൺഫ്ലിക്റ്റ് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട് സർ. മറ്റൊരു വഴിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സർ, ഇവിടെ ലെജിറ്റിമസി നഷ്ടപ്പെട്ടിരിക്കുകയാണ് സർ. ഇപ്പോഴത്തെ ഈ വെല്ലുവിളി ഇത് ലെജിറ്റിമസിയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഒരിക്കൽ കൂടി ഇന്ത്യൻ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടതാണ്. ഇതാണ് സർ ഗവർണർ ചെയ്യേണ്ടത്. ഈ തീവ്രവാദം അവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്, അവിടെ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാത്രമേ, എനിക്ക് ഉറപ്പാണ്, ആഭ്യന്തരമന്ത്രി ഈ വിഷയം പരിഹരിക്കുമെന്ന്. അവിടെ കൃത്യമായി ചർച്ച നടത്തേണ്ടതായിട്ടുണ്ട് വിഭാഗങ്ങൾ തമ്മിൽ. അപ്പോൾ മാത്രമേ അവിടെ സമാധാനം കൊണ്ടുവരാനായി സാധിക്കൂ. അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നയങ്ങളാണ് കൊണ്ടുവരേണ്ടത് മണിപ്പൂരിൽ. ഇതാണ് നമുക്ക് മുമ്പിലുള്ളൊരു വെല്ലുവിളി. രാഷ്ട്രപതി ഭരണം ഉപയോഗിക്കേണ്ടത് കൃത്യമായ ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം സർ. നമുക്ക് വീണ്ടും തിരിച്ചു വരേണ്ടതായിട്ടുണ്ടെന്ന് ഒരിക്കൽ കൂടി ഈ പ്രൊക്ലമേഷൻ നമ്മൾ വീണ്ടും പുതുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഇതിനെ എതിർക്കുകയല്ല. നമ്മൾ ഭരണഘടനാപരമായി ഇത് ആവശ്യമാണ് നമ്മുടെ രാജ്യത്തിനെന്നറിയാം. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സർക്കാർ കൂടുതൽ കാഴ്ചപ്പാടുകളായി പോകും. എങ്ങനെയാണ് രാഷ്ട്രപതി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക, എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കുക, നമ്മുടെ ഇന്ത്യയെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കുക, ഈ വിഷയത്തിൽ ഒരുപാട് വയലന്റ് കോൺഫ്ലിക്റ്റ് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട് സാർ. മറ്റൊരു വഴിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സാർ, ഇവിടെ ലെജിറ്റിമസി നഷ്ടപ്പെട്ടിരിക്കുകയാണ് സാർ. ഇപ്പോഴത്തെ ഈ വെല്ലുവിളി ഇത് ലെജിറ്റിമസിയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഒരിക്കൽ കൂടി ഇന്ത്യൻ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടതാണ്. ഇതാണ് സർ ഗവർണർ ചെയ്യേണ്ടത്. ഈ തീവ്രവാദം അവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്, അവിടെ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാത്രമേ, എനിക്ക് ഉറപ്പാണ്, ആഭ്യന്തരമന്ത്രി ഈ വിഷയം പരിഹരിക്കുമെന്ന്. അവിടെ കൃത്യമായി ചർച്ച നടത്തേണ്ടതായിട്ടുണ്ട് വിഭാഗങ്ങൾ തമ്മിൽ. അപ്പോൾ മാത്രമേ അവിടെ സമാധാനം കൊണ്ടുവരാനായി സാധിക്കൂ. അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നയങ്ങളാണ് കൊണ്ടുവരേണ്ടത് മണിപ്പൂരിൽ. ഇതാണ് നമുക്ക് മുമ്പിലുള്ളൊരു വെല്ലുവിളി. രാഷ്ട്രപതി ഭരണം ഉപയോഗിക്കേണ്ടത് കൃത്യമായ ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം സാർ. നമുക്ക് വീണ്ടും തിരിച്ചു വരേണ്ടതായിട്ടുണ്ടെന്ന് ഒരിക്കൽ കൂടി ഈ പ്രൊക്ലമേഷൻ നമ്മൾ വീണ്ടും പുതുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഇതിനെ എതിർക്കുകയല്ല. നമ്മൾ ഭരണഘടനാപരമായി ഇത് ആവശ്യമാണ് നമ്മുടെ രാജ്യത്തിനെന്നറിയാം. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സർക്കാർ കൂടുതൽ കാഴ്ചപ്പാടുകളായി പോകും. എങ്ങനെയാണ് രാഷ്ട്രപതി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക, എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കുക, നമ്മുടെ ഇന്ത്യയെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കുക, ഈ വിഷയത്തിൽ സാർ നമുക്ക് നമ്മളുടെ ഭരണഘടനാപരമായ ഓർഡർ കൊണ്ടുപോകാനായിട്ട് സാധിക്കും സാർ. നമ്മൾ ഇത് നോക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പ്രസിഡന്റ് റൂൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല കൊണ്ടുവരേണ്ടത്. അവരുടെ വേദനകൾ നമ്മൾ മുറിവ് ഉണക്കുന്നു. എൻ്റെ പാർട്ടി ഈ പ്രൊക്ലമേഷൻ പ്രഖ്യാപനത്തെ അനുകൂലിക്കുന്നു സാർ. നന്ദി സാർ.